തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ താൽക്കാലിക നടപ്പാലം തകർന്നു വീണുണ്ടായ അപകടത്തിൽ തിരുപുറം ഫെസ്റ്റ് സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. അപകടത്തിൽ ജില്ലാ ഭരണകൂടവും തദ്ദേശ വകുപ്പും അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ഫെസ്റ്റ് നടത്തിപ്പിന് പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് കണ്ടെത്തൽ. തിരുപുറം ഫെസ്റ്റിൽ അപകടത്തിനിടയായ പാലത്തിന് മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ. അപകടത്തിൽ പരിക്കേറ്റവരുടെ പരാതിയിൽ ഫെസ്റ്റ് സംഘാടകർക്കെതിരെ പൂവാർ പോലീസ് കേസെടുത്തു. അശ്രദ്ധമായി പാലം നിർമ്മിച്ചത് അപകടത്തിന് കാരണമായെന്നാണ് പോലീസിന്റെ നിഗമനം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം ADM നെയ്യാറ്റിൻകര തഹസിൽദാരോട് നിർദ്ദേശിച്ചു. തിരുപുറം പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും മുഖ്യ സംഘാടകരായ ഫെസ്റ്റിന് പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിയിരുന്നില്ല. ഇതടക്കമുള്ള പ്രശ്നങ്ങളിൽ തദ്ദേശ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ ഇതിലെ നമ്മൾ ഒരു 25-30 ആളുകളെ ലിമിറ്റ് ചെയ്താണ് ഈ ഏണിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ഈ നിന്നത് ഏകദേശം ഒരു 1.25 മീറ്റർ പൊക്കത്തായിരിക്കും ഇവരെല്ലാവരും നിന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ആ മണ്ണിലൊന്നും ഇങ്ങോട്ട് അല്പം നീങ്ങിയാണ് അവർ നിന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് അമിതമായ ലോഡ് കയറിയപ്പോൾ ആണ് ഇത് വീണത്. ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. വാരിയലിന് പരിക്കേറ്റ കാഞ്ഞിരംകുളം സ്വദേശി ലൈലയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലാത്ത 5 പേർ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയൊരു ദുരന്തമാണ് ഒഴിവായതെന്ന് അപകടം കണ്ടുനിന്ന ദൃക്സാക്ഷികൾ തന്നെ പറയുന്നു. ഈ കാണുന്ന കുഞ്ഞു ചെരുപ്പുകളും ഇവിടെയുള്ള രക്തക്കറകളുമെല്ലാം അപകടത്തിന്റെ തീവ്രത വിളിച്ചു പറയുന്നതാണ്. മതിയായ അനുമതിയും സുരക്ഷയുമില്ലാതെ പരിപാടികൾ നടത്തി അപകടമുണ്ടാകുമ്പോൾ മാത്രം വിലപിച്ചിട്ട് കാര്യമില്ല എന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിപിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ തിരുവനന്തപുരം.